തൃണമൂലിൽ പുനർസംഘടന വിമത നീക്കത്തിനിടെ തന്നെ കരുത്തുകാട്ടി മമതാ ബാനർജി. ദേശീയ വർക്കിംഗ് കമ്മിറ്റി പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇവിടെ മമതയെ പൂർണ്ണമായും വിമതർ കൈവിട്ടിട്ടില്ല എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഒരു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ കലാപ സമാനമായ സാഹചര്യങ്ങൾക്കും വിമത നേതാക്കളുടെ വെല്ലുവിളികൾക്കും നടുവിൽ സംഘടനാ തലത്തിൽ ശക്തമായ തിരിച്ചടിയുമായിട്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത്. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി പുനർസംഘടിപ്പിച്ച പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചുകൊണ്ട് നേതൃപീഠം അവിടെ കൂടുതൽ ഇത് ഉറപ്പാക്കാനുള്ള നീക്കമാണ് ഇവിടെ മമതാ ബാനർജി നടത്തുന്നത്. പട്ടികയുടെ നിർണായക സ്ഥാനങ്ങളിലേക്ക് വിശ്വസ്തരായ നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് പുതിയ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് വിവരം. സമീപ മാസങ്ങളിലായി തന്നെ തൃണമൂലിനുള്ളിൽ തന്നെ ഉയർന്ന അവിടുത്തെ നേതൃവിരുദ്ധ സ്വരങ്ങളും പാർട്ടി വിടാൻ അഭ്യൂഹങ്ങൾ പാർട്ടി വിട്ടുകൊണ്ടുള്ള അഭ്യൂഹങ്ങൾ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘടനാ ഘടന പുനർക്രമീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് നേതൃത്വത്തിന്റെ ശ്രമം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർട്ടിയുടെ ഐക്യവും അച്ചടക്കവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയ വർക്കിംഗ് കമ്മിറ്റി പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിർണായക തീരുമാനങ്ങൾ ഇനി കൂടുതൽ കേന്ദ്രീകൃതമായി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. വിമതർക്കുള്ള വ്യക്തമായ സന്ദേശവും സംഘടനയെ അവിടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയുള്ള മമതാ ബാനർജിയുടെ ശക്തമായ രാഷ്ട്രീയ നീക്കമായും ഈ നടപടിയെ കണക്കാക്കപ്പെടുകയാണ്. പശ്ചിമ ബംഗാളിൽ വലിയ പരാജയം ഉണ്ടായതിന് പിന്നാലെയാണ് പാർലമെന്റ് നിയമസഭാ തലത്തിൽ പോലും മമതയ്ക്കെതിരെ പാർട്ടിയിൽ വലിയ തോതിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. 3 പതിറ്റാണ്ട് മുൻപേ തന്നെ താൻ രൂപീകരിച്ച പാർട്ടിയിലെ നിയന്ത്രണം പൂർണ്ണമായും തന്നെ നിർത്താനാണ് മമതാ ബാനർജിയുടെ ശ്രമം. മമതാ ബാനർജിയാണ് പാർട്ടി ചെയർപേഴ്സണായി തന്നെ ഇരിക്കുന്നത്. മുൻ രാജ്യസഭാ MP ആയ സുബേന്ദ്ര ബക്ഷിയാകട്ടെ വൈസ് ചെയർപേഴ്സണായി തന്നെ അവിടെ സേവനമനുഷ്ഠിക്കുകയാണ്. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ദേശീയ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാക്കളായ ഡെറിക് ഒബ്രെയിൻ അതേപോലെ തന്നെ ഡോള സെൻ എന്നിവരാകട്ടെ ജോയിന്റ് സെക്രട്ടറിമാരാണ്. മമതയുടെ വിശ്വസ്തരായ കല്യാൺ ബാനർജി, മഹുവ മൈത്ര എന്നിവരെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാക്കി മാറ്റാനും അവിടെ തീരുമാനമുണ്ട്. അതേപോലെ തന്നെ വിമത പക്ഷത്ത് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം മുതിർന്ന നേതാവ് അരൂപ് റോയിയെ തങ്ങളുടെ ചെയർമാനായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ന്യൂ ടൗണിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രത്യേക യോഗം ചേർന്നാണ് ഇവർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. എങ്കിലും മമതാ ബാനർജിയെ പൂർണ്ണമായും തന്നെ തള്ളിപ്പറയാൻ വിമത വിഭാഗം തയ്യാറായിട്ടില്ല എന്നൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. മമതാ ബാനർജിക്ക് തങ്ങളുടെ പക്ഷത്തിന്റെ മുഖ്യ ഉപദേശക ആകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഋതബ്രത ബാനർജി ആകട്ടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. തങ്ങളാണ് യഥാർത്ഥ TMC എന്നും ഇക്കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്നും വിമതർ വ്യക്തമാക്കിയതായും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.